ഇന്നത്തെ വീഡിയോ നമ്മൾ പാലക്കാടേക്ക് പോവാണ്. പാലക്കാട് സെൽവന്റെ വീട്ടിലേക്കും സെമന്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ കുറച്ച് കുട്ടികളുണ്ട്, എനിക്ക് കുറേ ആൾക്കാർ വന്നിട്ടില്ല. അതെ, ഇതാണ് സ്റ്റാൻഡ്. ഇതാണ് സ്റ്റാൻഡിന്റെ ബേക്ക് വശം. നമുക്ക് ഇനി ബസ്സെല്ലാം കയറി പാലക്കാടിന്റെ ഓരോ സ്ഥലവും കാണാം. പെരിന്തൽമണ്ണ ബസ് കയറിയിട്ട് നമ്മൾ നേരെ എത്തി. പിന്നെ അധികം വീടൊന്നും എടുത്തിട്ടില്ല. അപ്പം ഇതാട്ടോ ഏതോ ഒരു ഭാഗമാണ് എൻ്റെ വീട്. നാളെ രാവിലെ എല്ലാ വീഡിയോയും കാണിച്ചിട്ട് നമ്മളിപ്പം ഇന്ന് രാത്രി ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് വരുന്നൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ബാക്കിയുള്ള വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്യും. ഓക്കെ, സെറ്റ് പറ. ഇവൻ കുരുത്തം കെട്ട സാധനം. ഇത് നമ്മളെ സെമന്റനി, നമ്മളെ സെൽവന്റനിയാണ് ബോയ് ഫ്രണ്ട്. ദിസ് ഈസ് ഫൈമാസ് ഫ്യൂച്ചർ ബോയ് ഫ്രണ്ട്. എം ടി ഷാനിബാന്റെ ബോയ് ഫ്രണ്ട് MT മറുകയാ. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഇവിടെ നാളെ രാവിലെ നമ്മള് ബാക്കിയെല്ലാം കാണിച്ചു. ഓക്കെ, രാത്രിയത്തെ ഫുഡ് ആട്ടത് എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചിട്ട് നമ്മള് പല്ല് വെച്ചിട്ട് പുറത്തുനിന്ന് കോഴിയെല്ലാം കൂകാൻ തുടങ്ങി. ഇരുടഞ്ഞിപ്പനും ശാനിമ നല്ല ഉറക്കിലാണ്. അപ്പം നമുക്ക് പല്ലെല്ലാം തേച്ച് രാവിലെ കാണാം. മുറ്റത്തുനിന്നും ഇപ്പം ചന്ദ്രൻ പോയിട്ട് സൂര്യൻ പോലും ഉദിച്ചിട്ടില്ല. കഴിച്ചേ ഈ റൂമിലോട്ട് നമ്മളുള്ളത്. ഈ റൂമിലാണ് കുറച്ച് ആൾക്കാരുള്ളത്. സമയം 5:59. അപ്പോൾ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ എല്ലാവർക്കും അറിയാം, ഇന്നലെ നമ്മൾ നൈറ്റ് പാലക്കാട് റീച്ച് ചെയ്തിട്ടുണ്ട്. സെൽവൻ്റെ വീട്ടിൽ നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലം അല്ലേ, നല്ല അടിപൊളി പ്ലേസ്. ഇത് പിന്നെ സെൽവൻ്റെ ഉപ്പ എടുക്കുന്ന പള്ളി കേട്ടോ. കാണുന്നതാണ് സെമൻ്റെ പുതിയതായി എടുക്കുന്ന വീട്. ഇതിപ്പോൾ സെമ നിൽക്കുന്ന തറവാട്. ഈ വീട് സീന കഴിച്ച സീന വീട്. ഇത് ഷാനിബ പഴയ വീടാണെങ്കിൽ പഴയ വീടിൻ്റെ ഒരു അടിപൊളി നല്ലൊരു വീഡിയോയിലോട്ടേക്ക് പോകാം. ഇപ്പം നമ്മൾ വീഡിയോ ആരംഭിക്കില്ലാമോ? ഫുഡേക്ക് സെൽവൻ്റെ ഇത്താത്താൻ്റെ മോനാട്ടോ. നല്ലൊരു സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ഇറങ്ങട്ടെ. ഇതാണ് പാലക്കാട്. കാണാത്ത ഒരുപാട് ഇതാട്ടോ സെൽവൻ്റെ വീട്. ഇത് ഞാൻ കുറച്ച് കാണിച്ചു തരാം. സെൽവ മുറ്റടിച്ചു തരല്ലാണ്. ഇവിടെ മാത്രം അടിച്ചു തരുന്നുണ്ട്. ഓള് ഇവിടെ ഒന്നും അടിച്ചു തരുന്നുണ്ട്. ഇവിടെ എല്ലാം കണ്ട ഫുള്ള് കാട്ടാ. എൻ്റെ വീട് ഡോലെടുക്കുന്ന പള്ളി കേട്ടോ. പള്ളി ഡോലെടുക്കുന്ന ഇവിടെ ബസ് അവിടെ നിർത്തും. അവിടെ നിറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഒരു വീടാണ്. അതിന് സെല്ലിൻ്റെ കല്യാണത്തിനെല്ലാം നമുക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ളതാണ്. അപ്പം ഇത്രപ്പിൻ കുറിപ്പ് റസാനെ നോക്കിയാ അപ്പോ നോക്കിയാ കഴിച്ച അവിടെ കുറേ കോഴിയെല്ലാം ഉണ്ട് കേട്ടോ. നമ്മള് സെൽവന്റെ പാടത്ത് പറമ്പത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇതെന്താ ഇത് വിറകിടുന്ന സ്ഥലം. എന്ത് കോഴി ഫാമാ പോയിരു ആയിരുന്നു. സെൽവന്റെ ഉപ്പാപ്പന്റെ കോഴി ഫാം ആയിരുന്നു കേട്ടോ ഇത്. ഇവിടെ ഇപ്പോൾ സെൽവന്റെ കല്യാണത്തിനൊക്കെ വേണ്ടിയിട്ട് വിറക്, തേങ്ങ, ഓല, മട്ടൽ എല്ലാം എടുത്ത് വെച്ചു. ഇല്ലാല് വീരൻ വരുന്നുണ്ട്. ഇവല് കപ്പിൾസ് ആട്ടോ, സ്മോൾ കപ്പിൾസ്. ഹൈറ്റ് ഡിഫറൻസ് ഒന്നുമല്ല ഇവല് തെളിയിച്ചിരിക്കുന്നു. നമുക്ക് നടക്കാൻ കഴിച്ചേ. എൻ്റെ നാട്ടിൽ എനിക്കൊന്നും ഇങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം കാണുന്നതിന് ഭയങ്കര ഒരു സന്തോഷമാണ്. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ നോക്കിക്കോളി. അതാകുമ്പം
ഇങ്ങനെ ഫ്രണ്ട്സിന്റെ വീട്ടിലെല്ലാം പോകുന്നവർ ഇങ്ങനത്തെ ഓരോ സ്ഥലമെല്ലാം കാണാം. ഷാനിബയാണ് ഈ കാണുന്നത്. എന്റെ വലിയ ആഗ്രഹമായിരുന്നു എന്ത് കൈകൊണ്ട് തേങ്ങ പറിക്കാന്നുള്ളത്. അത് ഞാൻ ഇന്ന് സാക്ഷീകരിക്കാൻ കഴിയില്ല. ഇത് മൂത്ത തേങ്ങ അറിയില്ല കഴിച്ച. അപ്പം നമ്മളിത് പറിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ ഇതെല്ലാം ഞാൻ കൈകൊണ്ട് പറിക്കും. അത്ര വലുപ്പുണ്ട് ഈ തെങ്ങ്. ഞാൻ അത്ര ഹൈറ്റ് ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, വെറുതെ പാലക്കാട് കാണാൻ വന്നപ്പോൾ ഒക്കെ കാണുന്നു. അത്ര അതിലേക്ക് കേൾക്കുന്നുണ്ടോ നോക്ക് നിത്താത്ത. നമ്മള് ചുമ്മാക്ക് പോന്നാണ്. നമ്മളെല്ലാരും ഉണ്ട്. ഉണ്ട് ഉണ്ട് അങ്ങനെ ചമ്മി കഴിച്ച് ചമ്മി ഇനി പള്ളി എത്തിച്ച് കഴിയാം. ഓക്കെ, പള്ളിയിലെത്തി ഇനി നിസ്കരിച്ചിട്ട് കാണാം കേട്ടോ. ഉത്ബോധിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പിശുക്കിനെ നിങ്ങൾ സൂക്ഷിക്കണം, പിശുക്കി ജീവിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. തീർച്ചയായും നിങ്ങൾക്ക് മുമ്പുള്ള പലരെയും നശിപ്പിച്ചു കളഞ്ഞത് പിശുക്കാണ്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പിശുക്കരും ആവാൻ പാടില്ല, ധൂർത്തരും ആവാൻ പാടില്ല. മറിച്ച് ഒരു മിതത്വം എല്ലാ കാര്യത്തിലും പാലിക്കാനാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മള് എല്ലാരും സെൽവ അടുത്തേക്ക് പോന്നേ. അതെ, കൊടികുത്തി മലയിലേക്ക് പോവാണ്. ഇതുണ്ടോ? ഓളുണ്ട്, നമ്മളെല്ലാരും ഉണ്ട്. ഫുൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് കുടിക്കുന്നു? ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട്. ഒക്കെ കുടിക്കണ്ട്. ഉപ്പൊക്കെ വേണ്ടെന്നാണ്. ഉപ്പ ചായയിലൊതുക്കി സെൽവൻ്റെ ഉമ്മ ഉണ്ടാക്കിയ അടിപൊളി ഫ്രൂട്ട്സ് എല്ലാം. ഇതാട്ടോ നമ്മൾ പോകുന്ന സ്ഥലം, കൊടികുത്തി മല. നമ്മളടുത്തേക്കാണ് പോകുന്നത്. അതിനി അടുപ്പൊക്കെ കാണാം. കൊടികുത്തി മല അവിടെയാണ് നമ്മൾ കയറാൻ പോകുന്നത്. കുത്തിണ്ടാണ് കൊടികുത്തി മല എന്ന് പേര് വന്നത്. ഇനി നമ്മൾ പോയിട്ട് ഇപ്പം അവിടെ തോർത്തുത്തും. അപ്പൊ തോർത്തുത്തി മല അതാ നമ്മള് എത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ എത്തിയിട്ടുണ്ട്. ഇതാണ് കൊടികുത്തി മല. ഗൈസ് അപ്പം പോവാണ്. അതെ, നമ്മളെല്ലാരും ഉണ്ട് കേട്ടോ. എല്ലാരും ഇല്ല. നമ്മള് കുറച്ചാൾക്കാർ മിസ്സിംഗ് ആണ്, വന്നിട്ടില്ല. കുറെ ആൾക്ക് തിരക്ക് ബിസി. അപ്പൊ നമ്മളുണ്ട്. അപ്പൊ നമ്മള് വൈബാക്കലന്നെ. നമ്മളെ കുഞ്ഞി അനിയത്തിയുണ്ട്. ഇതിനെയാണ് നോക്കേണ്ടത് കാര്യമായിട്ട്. ഇവളും ഷാനിബയും സ്റ്റുഡിയോ പോയിട്ട് എടുത്ത ഡ്രസ്സാട്ടോ. കൊടികുത്തി മലയല്ലേ, നമുക്ക് കാണാം. എല്ലാരും പോരും എന്തായാലും ഇങ്ങോട്ടേക്ക്. നല്ല നല്ല പ്ലേസ് ആണിത്. പാലക്കാട് വരുന്നത് അല്ലേ? പാലക്കാട് വരുന്നത് നല്ല ഭംഗിയുണ്ട്. അതെ, നോക്കാം. എല്ലാരും വരിക. ഞാൻ ആദ്യമായിട്ടാട്ടോ എൻ്റെ മുകൾ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ കാണിക്കപ്പെടുന്നത്. നടന്ന് ചുറ്റി കാണണം. അതെ, ഇത് ഉമ്മയും മോളും ഒരു ഡ്രസ്സിലാണ്.
ഗൈസ് ആടത്തെ ഏതോ റിസോർട്ടിലത്തെ വെള്ളാട്ടാ കാണുന്നത്. ഗൈസ് ഇനിയുണ്ട് 360 ഡിഗ്രി വ്യൂ കിട്ടാൻ. ഇത്ര നമ്മൾ കയറി ഇനി വജ്ജ കയറാൻ, എന്നാലും നമ്മൾ കയറും. ഇവിടെ ഓലെല്ലാം ചത്ത് കിടന്ന് 360 ഡിഗ്രി വ്യൂ കാണാൻ വേണ്ടി നമ്മളിവിടെ എത്താനായിട്ടുണ്ട്. ഇനി സ്റ്റെയറും കൂടി മാത്രം കയറിയാൽ മതി. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ സർവേയുടെ ഭാഗമായി ഉയരമേറിയ കൊടി നാട്ടിയതിനാലാണ് കൊടികുത്തി മല എന്ന പേരിൽ ഇതറിയപ്പെടുന്നത്. സോ എല്ലാവരും വരിക, ആസ്വദിക്കുക. കയറാൻ പറ്റുന്ന ആൾക്കാർ മാത്രം ഈ മല കയറാൻ നോക്കുക. ഓക്കെ ഓക്കെ. ഇത് എത്ര സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1770 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതെ ഗൈസ് ഇതാട്ടോ. ആ വേണം വേണം. അപ്പൊ നമ്മള് കേറി കിയാനായി. വൈബ് സെൽവേൻ ഡാഡി നൗറി റിനു ഒക്കെ അവിടെ ഉണ്ട്. ഈ റിനുവും ഈ ഷാനിബയും എല്ലാവരും എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഇറങ്ങുന്നത് കാണിച്ചു തരാമെന്ന് വച്ചാട്ടോ. കാരണം എന്താ വെച്ചാൽ നല്ല ടയേർഡാണ്. ഇതൊക്കെ ഇത്ര ഇതുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനി ബാക്കി വീഡിയോ ഇങ്ങനെ കാണാം. ഓക്കെ, ഇത് നമ്മൾ ഇനിയും ഇറങ്ങാനുണ്ട്. അതാട്ടോ നമ്മൾ കയറിയ ചന്ദ്രനോടെ. ചന്ദ്രനെ ഞാൻ കാണുന്നില്ല. ചന്ദ്രൻ ഉദിച്ചിട്ടുണ്ട്. ആ സാധനത്തിൽ നമ്മൾ കയറിയത്. ഇനി നമുക്ക് ഇറങ്ങാനുണ്ട്. സൂര്യനുണ്ടാടാ, ചന്ദ്രനും ഉണ്ടാടാ. എന്ന പ്രദേശത്താണ് കൊടികുത്തിമല സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്തെ 5 മുനികൾ കാട്ടിൽ തപസ്സിരിക്കുന്നതിനാൽ 5 മുനിക്കാട് എന്നും പിന്നീട് ഐമുനിക്കാട് എന്നും പിന്നീട് അമ്മിണിക്കാട് ആയി എന്നുമാണ് ഐതിഹ്യം. എന്തെല്ലോ പറയുന്നുണ്ട് ഗൈസ്. ഇത്ര നമ്മൾ കയറി ഗൈസ്. ഇതാണ് ഇതിൻ്റെ എന്ത് ഫ്ലാഷ് ബാക്ക്. അപ്പം നിങ്ങളെല്ലാവരും ഇത് വായിച്ചാൽ നമുക്ക് വായിച്ചു തരാൻ പറ്റും. ഇത് അകത്തേക്ക് എത്തേണ്ട വഴികൾ കേട്ടോ. വാച്ച് ടവറിൽ ഞങ്ങൾ എത്തി ഗൈസ്. 28 കുറെ കട ഉണ്ട് ഗൈസ്. അല്ലേ അല്ല നമ്മുടെ നാട്ടിലുള്ളതൊക്കെ കിട്ടിയുടെ ചതുരം എല്ലാ പരിപാടിയും അങ്ങനെ ഗൈസ് തിരിച്ചു. അപ്പം നമ്മൾ കയറിയത് ഇപ്പം പീരിയഡായി. നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യണം, എന്നാലും നിങ്ങൾക്ക് കാണാം. ഓക്കെ, നല്ല വൈകി നല്ല നിൽക്കുന്നുണ്ട് വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി ലൈറ്റ് ഉണ്ട്. അതെ, എന്നാലും ഇല്ല വീഡിയോ കറക്റ്റ് വൈബ് തന്നെ മക്കളെ. വൈബ് നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ, നല്ല മെമ്മറീസ് നമ്മളിവിടെ നിസ്കരിക്കാൻ ഇറങ്ങിയതാ കേട്ടോ. നിസ്കരിക്കണം. ഇനി നമ്മളിവിടെ ഇറങ്ങാൻ പോവല്ലേ അറിഞ്ഞോ? ഇനി നമ്മൾ നേരെ സെൽവൻ്റെ പുരയിലേക്ക് ഇതാട്ടോ. ഇവിടെ നമ്മളിന് ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഇതൊരു സ്ഥലം പെരിന്തൽമണ്ണ ഫുഡങ്ങാടി. പെരിന്തൽമണ്ണ ഫുഡങ്ങാടിയിൽ. അപ്പം നമുക്കിനി ഈ ഉള്ളിൽ കയറാം. ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ട്. ഇഷ്ടല്ലേ എന്ത്
നമ്മൾ ഫുള്ളാക്കി ആ കാണുന്നത് അപ്പുറം ഇതിനുണ്ട്. നമ്മൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരച്ചെടുക്കാൻ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി നേരെ വീട്ടിലേക്ക് പോകും. ബാക്കി നാളെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവരുള്ളത് കാണിച്ചുതരാം. ഇന്ന് രാവിലത്തെ ഫുഡാട്ടിത്. അപ്പം നമ്മളെ ലാസ്റ്റത്തെ ദിവസമാണ്. നമ്മൾ വീട്ടിൽ സങ്കടമുണ്ട്. ഉമ്മാമ നല്ല പണിയിലാണ്. ചിരിച്ച ഇല്ല. നമ്മള് സമന്റെയും സെൽവന്റെയും തറവാട്ടിലേക്ക് പോവാം. മുത്തത്താന്റെ മോനാട്ടോ, കുഞ്ഞോള മോന്, കുഞ്ഞോള മോള്. ഇതൊക്കെ ഒരു ന്യൂസ് ഗൈസേ. കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നത് കാണുമ്പോ ചെറുതാന്ന് തോന്നാം. ഇതാട്ടോ സമന്റെ വീട്. ഇത് സമന്റെ വീട്. ഇതാട്ടോ മുതലാളി, വീടിന്റെ മുതലാളി. ഗൈസപ്പം നമുക്ക് വീട്ടിൽ കയറാം. ശശിയായി എവിടെ പോയാലും എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഫ്ലോപ്പ് ആവും. നമുക്ക് വീട്ടിനകത്ത് കയറാം. ഇതാട്ടോ സമന്റെ തറവാട്. സീന് വീട് തന്നെയാണ് ഗൈസ്. ഒരു പണ്ടത്തെ ഒരു സ്റ്റൈല് വീടില്ലേ, അങ്ങനെ ഫുള്ളായിട്ടൊന്നും കാണിച്ചിട്ടില്ല. ഹോം ടൂർ ഒന്നും അല്ല. എന്നാലും ഈ വീട് എന്തോ ഒരു ഓർത്ത് വെക്കാൻ ഒരു ആഗ്രഹം, അതുകൊണ്ട് ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നു. അടുക്കളൊക്കെ ഹൈ. നമ്മളെ വില്ലാളി വീരൻ ഇവിടെ നിന്നും ഊഞ്ചാല ആടുന്നുണ്ട്. കണ്ണാടിയൊക്കെ നിങ്ങളെ കാണാൻ വരൂ ഗൈസ്. അടുക്കള നിങ്ങളെ കാണൂല. ഇതൊക്കെ ഓല തൊടുവാട്ടോ. നല്ലൊരു വൈബ് കിട്ടുന്ന ഒരു വീടാട്ടോ ഈ വീട്. നല്ലൊരു വൈബ്, ഒരു മനസമാധാനം. എന്റെ തറവാട് ഓർമ്മ വരും. എന്റെ അവിടെ എന്റെ ഉമ്മന്റെ തറവാട് ഇങ്ങനെയാണ്. ഫുഡ് കഴിക്കാൻ വന്നതാ. ഇരുന്നിട്ട് പോലും ഉച്ചക്കത്തെ ഫുഡും തേങ്ങാച്ചോറും ബീഫ് കറിയും പപ്പടും കച്ചമ്പറും അച്ചാറും ഒക്കെ ഉണ്ട്. അപ്പം ഇത് കഴിക്കാം. സെൽവന്റെ പൂളിൽ കുളിച്ചിട്ട് ആർക്കും തീരെ ഉഷാറില്ല. അപ്പം ഞാൻ കഴിച്ചിട്ട് വരല്ലേ. പപ്പടും നല്ല ബീഫും. ഇത് ഞാൻ ആദ്യമായിട്ടോ തിന്നാമോ നെയ്ച്ചോറ്. അപ്പം പായസത്തോടു കൂടി നമ്മുടെ കലാപരിപാടികൾ പാലക്കാട് അവസാനിക്കും. എല്ലാവരും പായസം കുടിച്ചാണ്. ഫുഡ് കഴിച്ചൊരു കഴിച്ചു. എനിക്ക് വീണ്ടും നല്ലൊരു ഓർമ്മ. അപ്പം നമുക്ക് ഇനി ഇത് കുടിക്കാം. ഇത് കുടിക്കാൻ എന്നെ കൊണ്ട് വെച്ച എന്നാലും കഴിച്ച് ടാറ്റ ടാറ്റ പറഞ്ഞ ടാറ്റ പറഞ്ഞ. അപ്പം നമ്മള് പാലക്കാട് പോവാണ്. നല്ല സങ്കടമുണ്ട്. ചമല കരഞ്ഞ് കഴിച്ചു. ചുമ നമ്മള് നല്ലൊരു സ്ഥലം, നല്ല മനുഷ്യന്മാർ, നല്ല ഫുഡ്, എന്തുകൊണ്ടും നല്ലത്. നല്ല സ്നേഹം. അതെ, നല്ല സ്നേഹമുള്ള. ഇതല്ലേ നമ്മളൊരു മെമ്മറിക്ക് വേണ്ടി പറയുന്ന കേട്ടോ. ഞാനൊരു 10-40 വയസ്സായി കഴിഞ്ഞാൽ